ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. പുതിയൊരു വർഷം വരാൻ പോവുകയാണ്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ഇവൻറ്റ്സും പാർട്ടീസും ഒക്കെ വരാൻ പോകണം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എങ്ങനെ റെഡി ആവാം, എങ്ങനെ അടിപൊളിയായിട്ട് സുന്ദരിയാവാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. കുറച്ച് പേര് കുറേ നാളായിട്ട് ഏത് സൺസ്ക്രീൻ യൂസ് ചെയ്യണം, ഏതാണ് ബെറ്റർ, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ തന്നെ ആൾക്കാർ ഓരോ പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രൊഡക്ട്സ് ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് വരെ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റെപ്പിലേക്ക് പോവാം. ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രീവിയസ് ചെയ്തിട്ടുള്ള മേക്കപ്പ് ഒന്നും തന്നെ ഫേസിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഫിനിഷിങ്ങോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ അത് എല്ലാം റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫേസിൽ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും ഇല്ല, ഞാൻ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ കൂടി ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഗാർണിയറിൻ്റെ ക്ലെൻസിങ് വാട്ടറാണ്, വൈറ്റമിൻ സി ഒക്കെ വരുന്നതാണ്. ഇതെല്ലാവരും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. പ്രത്യേകിച്ച് ഇത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി എൻ്റെ ഫേസ് ഒന്ന് ഞാൻ ക്ലെൻസ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. UV ഡോക്സിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിൽ 50 SPF ഉണ്ട്. മാത്രമല്ല ഇത് ഓയിൽ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ ടൈപ്പ് സ്കിന്നിനും ഇത് യൂസ് ചെയ്യാം. ഒരു മാറ്റ് ഫിനിഷ് തരുന്നുണ്ട്, കുട്ടികൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതെൻ്റെ സ്കിൻ ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല ഒരു പ്രൊഡക്റ്റായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ യൂസ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 799 ആണ്. ഇതിൽ 50 ഗ്രാമാണ് വരുന്നത്. ഓക്കെ, മാത്രമല്ല ഇത് മാത്രമായിട്ട് നമുക്ക് ഫേസിൽ ഇട്ടുകൊണ്ട് ഇപ്പോൾ ഒരു ഫൗണ്ടേഷൻ ഇട്ടൊരു ഫീല് നമുക്ക് ഫേസിലുണ്ടാവും. ഞാനിത് ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിതൊന്ന് ഇടാം. കണ്ടില്ലേ, നമ്മളത് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒരു ടോൺ ഹൈലൈറ്റിങ് ഉണ്ടാവുന്നുണ്ട്. സ്കിൻ മൊത്തത്തിൽ ഒരു കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ഫീല് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാനിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഈ ഒരു സൺസ്ക്രീനും യൂസ് ചെയ്യും, പിന്നെ ഒരു ലിപ്സ്റ്റിക് ഇടും. ഇത് മാത്രമേ ഇപ്പോൾ ചെയ്യാറുള്ളൂ. ഒന്നാമത്തെ കാര്യം മടിയാണ്. മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ കുറേ മെനക്കെടണമല്ലോ. അതിലേക്ക് വയ്യാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് മാത്രമാണ് യൂസ് ചെയ്തത്. പിന്നെ ഇത് മതി, നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ. എപ്പോഴും നമ്മൾ മേക്കപ്പ് അങ്ങനെ യൂസ് ചെയ്ത് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൺസ്ക്രീനാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മേടിച്ചോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, സൺസ്ക്രീൻ ഇട്ടു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്. ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ഫേസിൽ യൂസ് ചെയ്താലും അതൊന്ന് സെറ്റ് ആവാൻ കുറച്ച് സമയം കൊടുക്കുക. ഇപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അതിനുശേഷം മാത്രമേ നമ്മൾ ഫൗണ്ടേഷൻ ഇടാൻ പാടുള്ളൂ. ശരിക്കും നമ്മളിത് രണ്ടും കൂടി ഒരേ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇടുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടുന്ന സമയത്ത് ഓക്കെ ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ സെറ്റ് ആവുന്നത്, നമ്മുടെ സ്കിന്നിലെല്ലാം പോസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ബ്രീത്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ചില ഫൗണ്ടേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ചില സ്ഥലത്ത് കൂടി, ചില സ്ഥലത്ത് കുറഞ്ഞ് അങ്ങനെ കാണാൻ സാധിക്കും. കാരണം ഇവരെല്ലാവരും കൂടെ ഇത് ചേർന്ന് ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ട് കുറച്ച് കളർ ഹൈലൈറ്റ് ചെയ്തൊക്കെ കാണാം. ചില ഫൗണ്ടേഷനിൽ മാത്രമുള്ള ഒരു പ്രശ്നമാണ്. അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കുറച്ച് ഗ്യാപ്പ് കൊടുക്കും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റെപ്പിലേക്ക് പോകും. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം സൺസ്ക്രീൻ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മേബിലൈൻ്റെ സൂപ്പർ സ്റ്റേ എന്ന് പറയുന്ന ഫൗണ്ടേഷനാണ്. അപ്പോൾ നമുക്കിടാം.
അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. സ്കിൻ ഓൾമോസ്റ്റ് ടോൺ ഹൈലൈറ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ സ്കിന്നിലേക്ക് അല്ലെങ്കിൽ കളർ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. നമ്മളൊരു നൈറ്റ് പാർട്ടി അല്ലെങ്കിൽ ന്യൂ ഇയർ ഇവൻ്റ് ഒക്കെ നൈറ്റ് ആണല്ലോ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഗ്ലിറ്റേഴ്സ് ഒക്കെ കൊടുത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നമ്മൾ ഫേസിൽ മേക്കപ്പ് ഇട്ട് കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഐബ്രോസ് ഭയങ്കരമായിട്ട് ഡൗൺ ആവും. അപ്പോൾ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് ഓരോ സ്റ്റെപ്പായിട്ട് താഴേക്ക് വരാം. അപ്പോൾ ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനൊരു ബ്രൗൺ കളർ ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ പുരികം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഐബ്രോസ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും തന്നെ ഹൈലൈറ്റ്സ് ചെയ്യേണ്ടത് മസ്റ്റാണ് ഐബ്രോസ്. അല്ലെങ്കിൽ നമ്മളിനി എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും തന്നെ ബ്ലാക്കിനെക്കാട്ടിയും കുറച്ചും കൂടി നല്ലത് ബ്രൗൺ ആണ്. ബ്രൗൺ ആകുമ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഐ ഷാഡോ തന്നെ വെച്ചിട്ട് നമുക്ക് ഹൈലൈറ്റ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു ഐ ഷാഡോ വെച്ചിട്ട് അതിലൊരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് ഹൈലൈറ്റ്സ് ചെയ്തിട്ടുള്ളത്. ഐ ഷാഡോ ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. മറ്റേ ബ്രഷൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ഡാർക്കായി പോകും, ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ വരും. ഇതാകുമ്പോൾ നമുക്ക് ബാലൻസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഐ ഷാഡോയിൽ ചിലപ്പോൾ നമുക്ക് ബ്രൗൺ ഷെയ്ഡുള്ള ഐ ഷാഡോ നോക്കി മേടിച്ചാൽ മതി. അതാകുമ്പോൾ നമുക്ക് ഈ പുരികത്തിൻ്റെ പരിപാടിയെല്ലാം അതിലങ്ങ് ഫിനിഷ് ആവും. അടുത്ത സ്റ്റെപ്പ് നമുക്കിനി കണ്ണിലേക്ക് വരാം. കണ്ണിൻ്റെ വർക്കാണ് അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ കണ്ണ് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്, എന്തെങ്കിലും ഒരു ഗ്ലിറ്റർ വരണം അവിടെ. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഐ ഷാഡോ പാലറ്റിൽ കുറച്ച് എന്താ പറയുക, ഒരു ഗ്ലിറ്റർ മോഡിൽ വരുന്ന ഒരു കളർ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ചൊരു എന്താ പറയുക, ഒരു സിൽവർ ടോൺ കൊടുക്കാം എന്ന് വിചാരിക്കുന്നു. കൊടുത്ത് നോക്കാം. ഓക്കെ, സിൽവറോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ അതൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. കുറച്ചൊരു ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് മുകളിലേക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യണം, കാരണം ഒരു ഗ്ലോ വരണം നമുക്ക്. അപ്പോൾ കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡാണ് പറ്റുന്നത്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അത്രയും ഗ്ലിറ്റേഴ്സ് ആയിട്ടില്ല, കുറച്ചൊരു ഡാർക്ക് ടോണിലേക്കാണ് വന്നത്. അപ്പോൾ നമുക്ക് ഗ്ലിറ്റർ കൂട്ടാനുള്ള എന്തെങ്കിലും ഒരു പരിപാടി നോക്കട്ടെ. ഇപ്പോൾ കുറച്ചും കൂടി ഒരു കളർ ബാലൻസ് വന്നിട്ടുണ്ട്. ഞാൻ ഒരു വൈറ്റ് ആണ് കേട്ടോ, വൈറ്റിൽ ഗ്ലിറ്റർ ഉള്ള ഒരു വൈറ്റ് ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ കൊടുത്ത വൈറ്റ് തന്നെ ഞാനൊന്ന് ഒരു കണ്ണിൻ്റെ ഈ ഒരു പോർഷനോട് ഒന്ന് കൊടുക്കുകയാണ്. കാരണം നമ്മൾ കണ്ണ് ഓവറായിട്ട് എഴുതി ഒന്നും ചെയ്യുന്നില്ല, കാരണം നമ്മൾ ആ ഒരു പാർട്ടി മോഡുമായിട്ട് നമ്മുടെ മേക്കപ്പ് ചേരത്തില്ല. കണ്ണ് ഒരുപാടൊക്കെ വാരിട്ട് എഴുതിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തതൊന്നുമായിട്ട് ചേരത്തില്ല. അതുകൊണ്ട് നമ്മൾ കണ്ണിന് താഴെ ഒന്ന് ആ ഒരു വൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത്ര ചെയ്യുന്നുള്ളൂ, കുറച്ച് കേട്ടോ, ചെറുതായിട്ടൊന്ന് താഴെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, മതി. ചെയ്യുമ്പം തന്നെ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് മസ്കാരയാണ് കൊടുക്കുന്നത്. അപ്പോൾ കണ്ണ് എഴുതണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് മസ്കാര ആദ്യമേ കൊടുക്കാം. കണ്ണിനുള്ളിൽ മാത്രം ലൈറ്റായിട്ട് നമുക്കൊന്ന് കാജൽ എഴുതി നോക്കാം. ഇതിൻ്റെ തന്നെ വൈറ്റ് കാജൽ കിട്ടും കണ്ണിനുള്ളിൽ എഴുതാൻ പറ്റുന്നത്. അതാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ.
അടുത്തത് ബ്ലഷ് ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ മേടിച്ച ഒരു പ്രൊഡക്റ്റാണ്. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിപ്സ്റ്റിക്ക് പോലെ ദേ ഇങ്ങനെ ആക്കാം. അപ്പോൾ കുറേ ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 275 ആണ്. നമ്മുടെ ആമസോണിലൊക്കെ ഓഫർ റേറ്റിന് അതിലും കുറച്ച് കിട്ടുന്നുണ്ട്. നല്ലൊരു ബ്ലഷാണ്. അപ്പോൾ ഞാനിതൊന്ന് ഇട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ബ്ലഷ് ഇട്ടു. ഇനി ഞാൻ ബ്ലഷ് ഇട്ടെടുത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പോവാണ്. ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രോബെറിയുടെ ഫ്ലേവർ വരുന്നതാണ്. അത് വെച്ചിട്ട് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹൈലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നമ്മുടെ ചീക്സ് ഒക്കെ ഒന്ന് തിളങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് ലിപ്സ്റ്റിക്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഓഫ്കോഴ്സ് നമുക്കൊരു ഡാർക്ക് ഷെയ്ഡ് വേണം. അപ്പോൾ ഞാൻ മാസിൻ്റെ ഖൂബ്സൂരത് കുച്ചിപ്പുടി, ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഇതിനെക്കുറിച്ച് വീഡിയോ. അപ്പോൾ ആ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു ഇത് ഞാൻ പറയാം, എപ്പോഴും തന്നെ ലിപ്പ് ലൈനർ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇടുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ ലിപ്പ് ലൈനർ വരയ്ക്കുമ്പോൾ മിക്കവാറും അത് സെറ്റ് ആവാറില്ല. അതുകൊണ്ട് ഞാൻ ലിപ്പ് ലൈനർ ഇപ്പം കഴിവതും യൂസ് ചെയ്യാറില്ല. അത്രയ്ക്കും എന്താ പറയുക, അത്രയും നല്ല ഒരു രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഞാനത് ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ നോർമലി ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടുന്നുള്ളൂ. ഇപ്പോഴും ഞാനത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ലിപ്പ് ലൈനർ വെച്ച് ഇടുന്നത് തന്നെയാണ് നല്ലത്. അത് വെച്ച് ഇടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളവർ അത് വെച്ച് തന്നെ ഇടുക കേട്ടോ. ഞാനിവിടെ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുകയാണ്, നമ്മുടെ ഈ ചെറിയൊരു സാധനം, ഈ ഒരു മാസിൻ്റെ ഖൂബ്സൂരത് കുച്ചിപ്പുടി എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് അപ്പാര ഷെയ്ഡാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇത്രയും നേരം ഫേസ് ഇരുന്ന കണക്കല്ല ഈ ഒരു സാധനം ഇട്ടപ്പോൾ ഇരിക്കുന്നത്. എന്തുമാത്രം ഒരു ഹൈലൈറ്റിങ്, എന്തൊരു ഭംഗിയാണ് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഇതുവരെയും ട്രൈ ചെയ്യാത്തവർ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇതിൻ്റെ മാത്രം ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അത് കാണാത്തവർ അത് പോയി കാണുക. ഈ പ്രോഡക്റ്റ് മസ്റ്റായിട്ടും യൂസ് ചെയ്ത് നോക്കും. ഒരിക്കലെങ്കിലും ഇതൊന്ന് മേടിച്ചത് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി കിഡിലെ ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ കുറച്ചും കൂടി ഡാർക്ക് ആക്കണം എന്നുള്ളവർക്ക് ഡാർക്ക് ആക്കാം. കാരണം ഒരു നൈറ്റ് അല്ലേ, അപ്പോൾ ഒരു പ്ലം റെഡോ അല്ലെങ്കിൽ മേ ബി ലൈൻ്റെ കുറച്ച് ഡാർക്ക് വൈൻ റെഡൊക്കെ കിട്ടും. ആ ഒരു ഷെയ്ഡ് ഇട്ടാലും നല്ല രസമായിരിക്കും. പക്ഷേ എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞു. ഇതോടുകൂടി നമ്മുടെ മേക്കപ്പിൻ്റെ സ്റ്റെപ്പെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഗെറ്റ് റെഡി വിത്ത് മീ, നമ്മുടെ നൈറ്റ് പാർട്ടിക്കുള്ള നമ്മുടെ ലുക്ക് ഇതാണ്. ഇനി നമുക്ക് ഹെയർ ഒക്കെ ഒന്ന് അയച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് റെഡി ആവാം. അപ്പോൾ കഴിഞ്ഞു കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ ജസ്റ്റ് ഹെയർ മാത്രം അയച്ചിട്ടേ ഉള്ളൂ. ഓർണമെൻറ്റ്സ് ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ഇന്ന് നമ്മുടെ മേക്കപ്പിനാണ് ഹൈലൈറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ഇവൻറ്റ്സും പാർട്ടിയും ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു മോഡ് ഓഫ് മേക്കപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് കയറി മേടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഒരേപോലെ 2025 വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന വർഷം എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ നമുക്കിപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.